വീണ്ടും സടകുടഞ്ഞെഴുന്നേറ്റിരിക്കുകയാണ് BSNL. കഴിഞ്ഞ 17 വർഷത്തിന് ശേഷം സ്ഥാപനം ഇപ്പോൾ ലാഭത്തിലാണ്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം പൊതുമേഖലാ സ്ഥാപനമായ BSNL ലാഭത്തിലായിരിക്കുകയാണ്. നടപ്പ് സാമ്പത്തിക വർഷത്തെ മൂന്നാം പാദമായ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലാണ് BSNL ലാഭം കൈവരിച്ചത്. 262 കോടി രൂപയുടെ ലാഭമാണ് കമ്പനി ഈ കാലയളവിൽ നേടിയത്. 2007 ശേഷം ഇതാദ്യമായാണ് സ്ഥാപനം ലാഭത്തിലാകുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഇതേ പാദത്തിൽ കമ്പനി 1500 കോടിയോളം രൂപ നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു. ഇവയടക്കം 1800 കോടി രൂപയുടെ നഷ്ടം നികത്തിയ ശേഷമാണ് ഈ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നത്. കമ്പനിയുടെ നിരവധി സേവനങ്ങളിലൂടെയുള്ള വരുമാനങ്ങൾ ഉയർന്നിട്ടുണ്ട്. മൊബിലിറ്റി സേവനം, ഫൈബർ ടു ദി ഹോം, ലീസ്ഡ് ലൈൻ വരുമാനം എന്നിവയെല്ലാം 15 മുതൽ 20% വരെയാണ് വരുമാനം ഉയർത്തിയത്. നടപ്പ് സാമ്പത്തിക വർഷവും 20% സാമ്പത്തിക വളർച്ചയാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. 4G സേവനം വ്യാപിപ്പിക്കൽ, ഒപ്റ്റിക്കൽ ഫൈബർ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്കായിരുന്നു കഴിഞ്ഞ പാദത്തിൽ കമ്പനി ഊന്നൽ നൽകിയത്. ഇത് ഗുണം ചെയ്തെന്നാണ് നിലവിലെ വിലയിരുത്തൽ. സാമ്പത്തിക ചിലവുകൾ നിയന്ത്രിച്ചതും സ്ഥാപനം ലാഭത്തിലാകാൻ കാരണമായിട്ടുണ്ട്. ഇനി എത്രയും വേഗം 5G സേവനം നൽകാൻ തയ്യാറെടുക്കുകയാണ് BSNLന്റെ ലക്ഷ്യം. നിലവിൽ 4G സേവനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി TCSന്റെ സഹകരണത്തോടെ 1 ലക്ഷം സൈറ്റുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയിലാണ് കമ്പനി.